ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ടെമ്പിൾ ഷൂട്ടിന് വന്നേക്കാണ്. എൻ്റേതല്ല കേട്ടോ, എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പം തലേ ദിവസം എന്തായാലും ഒരു ടെമ്പിൾ ഷൂട്ട് നിർബന്ധമാണല്ലോ. അപ്പം ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടും കൂടിയിട്ടാണ് വന്നത്. നമ്മൾ വന്ന് തൊഴുതപ്പോഴേക്കും ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു, കാരണം അവർക്ക് ഫോട്ടോ എടുക്കാൻ ലൈറ്റ് വേണ്ടതുകൊണ്ട് നമ്മൾ ഒരു 7-7:30 ഒക്കെ ആകുമ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ബ്രൈഡ്. അപ്പോൾ ഇവളുടെ കുറേ ക്യാൻഡിഡും അല്ലാണ്ട് കുറേ വീഡിയോസൊക്കെ അവരെടുക്കുന്നുണ്ടായിരുന്നു. പയ്യന്നൂരെല്ലാം ക്ലിക്ക് ഫോട്ടോസാണ് കേട്ടോ വീഡിയോഗ്രാഫിയൊക്കെ ഉണ്ടായത്. കിട്ടിയ കുറച്ച് ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാനിതിൽ അറ്റാച്ച് ചെയ്യാം. ഈവനിങ് ഹൽദി ഫങ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വീട്ടിലേക്ക് പോയി മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി പിന്നെ വീട്ടിലേക്ക് പോയി. പിന്നെ കുറേ കുട്ടികളെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കുട്ടികളെ ഡാൻസ് കളിച്ചു. നമ്മളിങ്ങനെ വിചാരിക്കും എന്തൊരു എനർജിയാണ്. ഒരു അരമണിക്കൂറൊക്കെ നിർത്താതെ ചെറിയ കുട്ടികൾ കുറേ സമയം ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ മറ്റൊരു ഫ്രണ്ട്. പിന്നെ പുടവ കൊടുക്കൽ ചടങ്ങുള്ളതുകൊണ്ട് തന്നെ ചെക്കനും ചെക്കൻ്റെ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ ഒരു കുഞ്ഞ് കേക്ക് കട്ട് ചെയ്തു. പിന്നെ ഫ്രണ്ട്സൊക്കെ ആയി കുറച്ച് ഡാൻസ് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് ഗൈസ് കല്യാണം. ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും അവൾ അരിഞ്ഞിരിക്കലായിരുന്നു. നമ്മൾ ഇങ്ങോട്ടൊക്കെയുള്ളൊരു ചടങ്ങാണ്, മുതിർന്നവരിൽ നിന്ന് അനുഗ്രഹം വാങ്ങാം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഷോർട്സിൽ ഞാനൊരു സാരി ധാവണിയാക്കി കൺവേർട്ട് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ. അപ്പം നമ്മൾ വീടിനടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെയായിരുന്നു കല്യാണം. അവൾ നല്ല ഭംഗിയിലായിരുന്നു അണിയിച്ചൊരുക്കിയിട്ടുണ്ടായത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ ചെക്കൻ്റെ പാർട്ടി വന്നു. അങ്ങനെ ചെക്കനെ നമ്മൾ മറ്റേ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ട് ഇരുത്തി. അത് കഴിഞ്ഞ് എല്ലാവരും സെറ്റ് ചെയ്ത് വെക്കുന്നതായിരുന്നു താലം പിടിക്കാൻ. പിന്നെ ഇവളുടെ ഫ്രണ്ട്സിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ഭംഗിയിൽ അവർ കളിച്ചു. അതും കൂടി കഴിഞ്ഞ് പിന്നെ താലികെട്ടും അതൊക്കെ ആയിരുന്നു. താലികെട്ട് കഴിഞ്ഞ് ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, അങ്ങനത്തെ കുറേ ചടങ്ങായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനും പോയി. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. ഇതാണ് ഒരു വെഡ്ഡിങ് ഡേ ഷോർട്സ് ആക്കി ഞാൻ അപ്ലോഡ് ചെയ്തത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ ഇന്നെടുത്ത കുറച്ച് ഫോട്ടോസും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബായ്.